അസ്സലാമലൈക്കും. ഒന്ന് കുറച്ച് നേരം വൈകിട്ടാ എണീറ്റത്. നേരെ താഴത്തൊന്ന് നോക്കുമ്പോൾ മോളിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഓളിട്ട് ചായ കുടിച്ച് ആ സമയത്ത് ബാങ്ക് കൊടുത്തപ്പോൾ നേരെ വണ്ടി എടുത്ത് നേരെ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയപ്പോൾ നിസ്കാരമൊന്നും തുടങ്ങിയില്ല. എന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇക്കാമത്തൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി നിസ്കരിച്ച് അവിടെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ അയിമ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഓളിട്ട് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. മോന് സ്കൂളിൽ പോണ സമയത്ത് പാപ്പ ഞാൻ പോകാനിട്ടാണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മുമ്പിൽ തന്നു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അയിമ ഇരുന്നിട്ട് കളിക്കണം അവിടെ. അപ്പോൾ ഓളിട്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഓളയിലാ ചെങ്ങ എല്ലാ ലോകോ വിവരം ഉണ്ടാവും. അതൊക്കെ കേട്ട് ഞാനും ഓളും കൂടിയിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അപ്പോഴാണ് ഉമ്മ വന്നിട്ട് പറഞ്ഞത്, മോനെ കുഞ്ഞിപ്പാടെ വീട്ടിൽ മാങ്ങണ്ട് പോയാലോ എന്ന്. അതൊന്നും നോക്കിയില്ല. കാർ എടുത്ത് അയ്മാനെ എടുത്ത് ബാബിനെ എടുത്ത് അഫിനെ എടുത്ത് ഉമ്മാനെ എടുത്ത് എല്ലാവരും കൂടി വണ്ടി കുത്തി നിറച്ച് ഞങ്ങളൊരു ചാക്ക് കൊടുത്തിട്ട് നേരെ മേമയുടെ വീട്ടിലേക്കാണ് വിട്ട്. അവിടെ പോയി ഒരു തോട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഉമ്മ കുറച്ച് മാങ്ങൊക്കെ പൊട്ടിച്ച് ഉമ്മയുടെ സ്ഥിരം ഡയലോഗ്, ഉമ്മക്ക് കയ്യേറ്റ് വയ്യ മോനെ ബാക്കി കണ്ട് പൊട്ടിച്ചു കൊടുക്കും. ഞാനൊന്നും നോക്കില്ല. തോട്ടിയെടുത്ത് ചടാപ്പെടേന്ന് പറഞ്ഞിട്ടൊക്കെ വലിച്ചണ്ടിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മോനെ സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് ഇട്ടോന്ന്. ഒന്നും നോക്കിയില്ല, മതിൽമലാണ്ട് കയറി. മതിൽ ചാടാൻ പണ്ട് ഞാൻ ഉഷാറല്ലോ. ഇത് മതിൽ ചാട്ടല്ല, മതിൽമ കയറി കുറെ സപ്പോർട്ടുണ്ട് പൊട്ടിച്ചിട്ട്. അവിടുത്തെ പൊട്ടിച്ചിട്ടപ്പോ സൺസൈഡിന്റെ മേലെ കയറി പൊട്ടിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ നേരെ സൺസൈഡിന്റെ മേലെ കയറിയപ്പോ നൈസായിട്ട് ഒന്ന് വീഴാൻ പോയി. അൽഹംദുലില്ലാ കാത്ത് വീണില്ല. അങ്ങനെ സൺസൈഡിന്റെ മേലേക്ക് വീണ സപ്പോർട്ട് എല്ലാം പറക്കി എടുത്തിട്ട് മെല്ലെ ഞാനുണ്ട് കയറി. താഴത്ത് വന്ന് നോക്കുമ്പോൾ ഉമ്മയും അയിമയും കൂടിയിട്ട് ഊഞ്ഞാലാടുന്നു. സപ്പോർട്ട് 2-3 കിലോ കിട്ടിയിട്ടുണ്ടാവും. കിലോ 80 വെച്ച് കൂട്ടുക ചെങ്ങ തന്നെ 8, 16, 24, 240 ഉറുപ്പിക. എന്റെ പൊന്നെ ഭയങ്കര ലാഭായി. അങ്ങനെ വന്നപ്പോൾ ചക്ക നിൽക്കണം. അപ്പം ഉമ്മയോട് ചുമ്മാ ചക്ക ഇടണമെന്ന്. അപ്പം ഉമ്മ പറഞ്ഞു, ചക്ക വേണ്ട മോനെ, ചക്ക അവിടെ ഉണ്ടെന്ന്. അൽഹംദുലില്ലാ. കാരണം പിന്നെ അതിന്റെ മേലെ കെട്ടി പന്നി കയറണ്ടല്ലോ. ആണ് ഉമ്മ ആ കാഴ്ച കണ്ടത്. എന്ത് വേപ്പിന്റെ ഇല. മോനെ അത് പൊട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ്റൂല കേട്ടമ്മ, ഈ തോട്ടിയിട്ട് അത് കിട്ടൂലാന്ന്. അവിടുന്ന് നേരെ വന്ന് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറി നേരെ വണ്ടി എടുത്ത് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കിൽ നിന്ന് നിസ്കരിച്ച്. നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് ആമിനുണ്ട് അയിമാൻ ഉറക്കണ്. എന്നാലോ ആമിനാണ് ഉറങ്ങി, അയിമ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ നേരെ ഞാൻ കിച്ചണിൽ പോയപ്പോൾ അവിടെ പൊണ്ടാട്ടി ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തൂമിച്ചത് ഒന്ന് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പാട് കൂടുന്ന മാങ്ങ ഞാനൊന്ന് നേരെ കുപ്പിയിലാക്കി. ഓ അടിപൊളി. അത് കഴിഞ്ഞ് ഊഞ്ഞാളെ കണ്ടപ്പോൾ ഊഞ്ഞാളുമൊന്നും ഇരിക്കാൻ തോന്നി. അങ്ങനെ നേരെ ഞാൻ ഊഞ്ഞാളുമ്പോൾ ഇരുന്ന് കുറച്ചു നേരം കിളിക്കൂട്ടിമൊക്കെ നോക്കി, വീടുമൊക്കെ ഒന്ന് നോക്കി. ഓ ഇതിൻ്റെ വീട് നീളല്ലോ പടച്ചോനെ, ഇത് പെയിന്റ് അടിക്കണ്ടേ, അങ്ങനെ എന്തൊക്കെ ആലോചനയായിട്ട് കൂട്ടി. അങ്ങനെ കളിക്കണോടത്തുനിന്ന് വിളി വന്ന് ഉണ്ണിക്കാ വായൊന്നും അങ്ങനെ ഒന്നും നോക്കിയില്ല. നേരെ പാടത്തേക്ക് വെച്ചലക്കി. ഇന്നത്തെ കഥകളൊന്നും പറയാണ്ടിരിക്കുക നല്ലത്. ഇന്ന് 5 കളി കളിച്ചാലും 4 കളിയിലും തോറ്റു. വല്ലാത്ത ജാതി ആരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് ഇശമോള് അവിടെ ഇരിക്കണ്. ഓൾക്കാണല്ലോ നോമ്പുള്ളത്. എല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാം തുപ്പ തിന്നണമെന്ന് വെച്ചിട്ട് നേരെ അടുക്കള പോയപ്പോൾ അവിടെ കായ വരിക്കുന്നുണ്ട്. പിന്നെ അമ്മ നല്ല മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, കാണാം, ടാറ്റാ.